നമസ്കാരം വിനോദ് സർ. നമസ്കാരം. സർ, സിറിയയുടെ അവസ്ഥ പരമദയനീയമാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനം അവിടെ നടക്കുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രക്ഷയില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. എന്താണ് അവിടുത്തെ അവസ്ഥ, എന്താണ് സാഹചര്യം? ഈ സിറിയയുടെ പ്രശ്നം ഇപ്പൊ തുടങ്ങിയ പ്രശ്നമല്ല. ഇത് 2011 തുടങ്ങി വലിയ ബുദ്ധിമുട്ടിലാണ്. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് 2024 ഡിസംബറിൽ അത്രയും നാൾ ഭരിച്ചിരുന്ന ബഷർ അൽ അസദ് എന്ന് പറയുന്ന പ്രസിഡന്റിനെ ഈ അഹമ്മദ് അൽ ഷറ എന്ന് പറയുന്ന ഹയാത്ത്, ഒരു HTS എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, അത് പറയാൻ നാക്കി കിട്ടാത്തൊരു വാക്കാണ്. ഹയാത്ത് തഹ്സീർ അൽ ഷാം എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. HTS ആണ്, നമുക്ക് HTS എന്ന് പറയാം. അതും അതൊരു ഇസ്ലാമിക വിഭാഗമാണ്. തുർക്കിയുടെ ഒരു പിന്തുണയുള്ള വിമത ഗ്രൂപ്പുകളും ചേർന്ന് ഇദ്ദേഹത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ അന്നത്തെ പ്രസിഡന്റിനെ ഡിസംബർ 2024 ബഷർ അൽ അസദിനെ അട്ടിമറിച്ചു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ 50 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലി ആയിരുന്നു, അസദിന്റെ ഫാമിലിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഇങ്ങനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം സിറിയയിൽ നിന്ന് റഷ്യയിൽ അഭയം തേടി. അപ്പൊ അങ്ങനെ ആ 5 പതിറ്റാണ്ടായിട്ട് ഒരുമാതിരി സ്റ്റേബിൾ ആയിട്ട് പൊക്കോണ്ടിരുന്ന ഒരു ഭരണമാണ് ഇല്ലാതായത്. പക്ഷെ ഈ ഭരണം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾ പറയുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഒരു സെക്യുലർ ഭരണമായിരുന്നു അസദിന്റെ എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ റിലവൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെ ഒരു ഇസ്ലാമിക് സർക്കാരിന്റെ ഉദയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, ഈ അഹമ്മദ് അൽ ഷറ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഈ ദേശീയ അനുരഞ്ജനമാണ്, സെക്യുലർ എന്നൊക്കെ പറയുമെങ്കിലും അത് ഇസ്ലാമിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു, ഇപ്പൊ നേരത്തെ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസംബർ 2025 മാർച്ചിന്റെ തുടക്കത്തിൽ അലാവൈറ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതായത് ആ മാർച്ച് നമ്മുടെ തീരദേശത്തുള്ള ലതാക്കിയ, ടാർട്ടസ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ഈ ഒറിജിനൽ അസദിന്റെ ഫാമിലി, അത് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ കുഴപ്പം തുടങ്ങിയത്. അവര് നമ്മുടെ ഔദ്യോഗിക സേന, ഈ ഇപ്പൊ അധികാരത്തിലുള്ള സേനയെ ചെറുതായിട്ടൊന്ന് കയറി ചൊറിയുകയോ ആക്രമിക്കുകയോ എന്തോ ചെയ്തു, ചെറുതായിട്ടൊന്ന് വെടിവെക്കുകയോ എന്തോ ചെയ്തു. അതിന് അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭരിക്കുന്നവര് കയറി അങ്ങ് മേഞ്ഞു. അതാണ് 72 മണിക്കൂറിൽ ഏകദേശം 1000-ഓളം പേര് അവിടെ കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. വീട്ടിലൊക്കെ ഇടിച്ചു കയറി അല്ലെങ്കിൽ റോഡിലൊക്കെ വെച്ച് കൂട്ടത്തോടെ, പിന്നെ ജീനോസൈഡ് പോലത്തെ വംശനാശം വരുത്തുന്നത് പോലത്തെ പ്രക്രിയയാണ് ഗവൺമെന്റിന്റെ സേന ഇപ്പോഴത്തെ ഭരിക്കുന്നവർ തിരിച്ചു ചെയ്ത്. സത്യം പറഞ്ഞാൽ ആരും പറയാത്തൊരു സാധനം ഇവരാണ് ആദ്യം കയറി ചൊറിഞ്ഞതെന്നുള്ളത് വാസ്തവമാണ്. ഈ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ തമ്മിലടി, ഈ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളെ കൊന്നിട്ടുള്ളത് മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിങ്ങളും തമ്മിലുള്ള അടിയിലാണ് ഏറ്റവും അധികം പേര് മരിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരെയൊക്കെ ഇപ്പം, അത് മാത്രമല്ല പലപ്പോഴും കൊലകൾ വളരെ ക്രൂരമാണ്. സ്ത്രീകളെ നഗ്നരായിട്ട് റോഡിൽ കൂടെ നടത്തുക, ആളുകളെ കെട്ടിത്തൂക്കി അങ്ങനെ ഒരുമിച്ച് കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലുക, അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ നടന്നു. ഈ പറഞ്ഞ 1000 പേര് കൊന്ന്. പക്ഷെ ഇത് ഇപ്പൊ തുടങ്ങിയതല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വല്ലാത്തൊരു അക്രമവും രാഷ്ട്രീയ അസ്ഥിരത, പട്ടിണി, വലിയ ഗതികേടിലാണ് ഇപ്പം സിറിയ. ഒന്നിനും ഒരു വ്യവസ്ഥിതിയില്ല. അപ്പൊ അമേരിക്കയും റഷ്യയും എത്രയും പെട്ടെന്ന് ഇതിനകത്ത് വെടിനിർത്തണമെന്നും പ്രശ്നം ഉണ്ടാകരുതെന്നും കൂടുതൽ രൂക്ഷമാവരുതെന്നും പറഞ്ഞിട്ടുണ്ട്. UN ഇടപെടണമെന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതൊരു വലിയ ഗതികെട്ട സംഭവമാണ്. ഇവിടെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത വേറൊരു വിഭാഗം കൂടെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള സിറിയൻ കാത്തലിക്സിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. സിറിയൻ കാത്തലിക്സ്, ഈ സിറിയൻ കാത്തലിക്സിന്റെ ശരിക്കും പറഞ്ഞ ആസ്ഥാനം എവിടെയായിരുന്നു? ഡമാസ്കസ് ആയിരുന്നു. ഈ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലായിരുന്നു. ഈ സിറിയയില് ശരിക്കും ഒരു ആഭ്യന്തര യുദ്ധം തുടങ്ങുന്നത് ഇപ്പോഴല്ല, ഞാൻ നേരത്തെ പറഞ്ഞാൽ 2011-ലാണ്. ആ സമയത്ത് സിറിയൻ ജനതയുടെ 10% ക്രിസ്ത്യാനികളായിരുന്നു. ഈ 2011 പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുൻപ്, അതായത് ഏകദേശം ഒരു 15 ലക്ഷം പേര്, അവിടുത്തെ മൊത്തം ജനസംഖ്യയില് 15 ലക്ഷം പേര് ക്രിസ്ത്യാനികളായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ ഈ സിറിയൻ കാത്തലിക്സ്, നമുക്കറിയാം സിറിയൻ കാത്തലിക്സ്, ഓർത്തഡോക്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഇവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡമാസ്കസ് ആണ്. ഇപ്പൊ റീസെന്റ് തന്നെ എൻ്റെ അടുത്ത ഒരു പരിചയമുള്ള ഒരാളിന്റെ അങ്കിൾ ഇപ്പൊ ഒരു ബിഷപ്പായിട്ട് വരുന്നുണ്ട്. അവരിവിടെ അല്ല ചെയ്യുന്നത്. ഈ ഡമാസ്കസിൽ ഇപ്പൊ ഇവർക്ക് രക്ഷയില്ല. ഇവരിപ്പൊ ലെബനനിലാണ്
ഇവരുടെ ആസ്ഥാനമായിട്ട്. അപ്പൊ ലെബനനിൽ വെച്ചാണ് ആ കാനണൈസേഷൻ നടക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറിയയിലൊന്നും ഒരു രക്ഷയില്ല, ഒറിജിനൽ സ്ഥാനം അവിടെ ആയിരുന്നെങ്കിൽ പോലും. ഇതിനകത്ത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ 2011 ഒരു ആഭ്യന്തര യുദ്ധം തുടങ്ങി. ആദ്യമായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റും ഈ അൽ ഖ്വയ്ദ ഇവരും ഒക്കെ വന്നിട്ട് പ്രശ്നം ഉണ്ടായി. അപ്പൊ അവിടുന്ന് ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിനെ വല്ലാണ്ട് ആക്രമിച്ചു. എന്നുവെച്ചാൽ അന്ന് ഞാൻ ഈ പറയുന്ന അൽ ഖ്വയ്ദയും ഇസ്ലാമിക് സ്റ്റേറ്റും കൂടെ ഇവരെ ആക്രമിക്കുക, ഇവരെ തട്ടിക്കൊണ്ടുപോവുക, ഇവരെ പീഡിപ്പിക്കുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഈ മാലൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ഏരിയ ഉണ്ട്, അവിടെയൊക്കെ വല്ലാണ്ട് ആക്രമണം നടത്തുകയും അവരുടെ ഈ ഒറിജിനൽ പള്ളികളൊക്കെ നശിപ്പിക്കുകയും അവരൊക്കെ അവസാനം കൂട്ടത്തോടെ പലായനം ചെയ്യും. ഞാൻ പറഞ്ഞ 2011 തുടങ്ങി. 2014 ആയപ്പോഴത്തേക്ക് ISIS അവരുടെ ആ ഭാഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു, സിറിയയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അങ്ങനെ 2014 മുതൽ 2019 വരെയാണ് ക്രിസ്ത്യാനികളെ ഏറ്റവും അധികം ദ്രോഹിച്ചത്. ശരിക്കും പറഞ്ഞാൽ നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം ചെയ്യാത്തവരെ കംപ്ലീറ്റ് കൂട്ടത്തോടെ കൊല്ലുക, അവരെയൊക്കെ കൂട്ടത്തോടെ അടിച്ചോടിക്കുക, പിന്നെ തട്ടിക്കൊണ്ടുപോകല്, റേപ്പ്, അങ്ങനെ വല്ലാണ്ട് ISISന്റെ അഴിഞ്ഞാട്ടമായിരുന്നു ഈ 2014 മുതൽ 2019 വരെ. അതുകൊണ്ട് എന്ത് പറ്റി? ഞാൻ നേരത്തെ പറഞ്ഞു 15 ലക്ഷം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം 2022 ആയപ്പോഴത്തേക്ക് അവസാനം 3 ലക്ഷമായി കുറഞ്ഞു. അതായത് 15 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം, ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഓടിപ്പോവുകയോ ചെയ്തു. ISISന്റെ ഒരു കാലഘട്ടം 2019 ആയപ്പോഴത്തേക്ക് ഏകദേശം തീർന്നു. ഈ 2019 അസദ്, ഇപ്പം നിഷ്കാസിതനായ റഷ്യയിലോട്ട് ഓടിപ്പോയ അസദിന്റെ ഒരു ഭരണം അവിടെ വരിക. അതായത് ശരിക്കുള്ള ഒരു കൺട്രോൾ വരുന്നത്. അങ്ങനെ ഈ അസദ് വന്നപ്പോഴത്തേക്ക് ക്രിസ്ത്യാനികൾക്ക് കുറച്ചൊരു റിലീഫ് ഉണ്ടായി. എന്ന് വെച്ചാൽ അവരിൽ പലരെയും സൈന്യത്തിലൊക്കെ എടുക്കുകയും സൈന്യത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിയോഗിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കാലഘട്ടം. അതിനുശേഷമാണ് ഇപ്പൊ ഈ അസദ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ വന്ന ആള് പറയുന്നത് ഞങ്ങളൊരു ന്യൂട്രൽ സെക്യുലർ സ്റ്റേറ്റ് എന്നൊക്കെ പറയുമെങ്കിലും ക്രിസ്ത്യാനികളുടെ കാര്യം വലിയ ദുരന്തത്തിലാണ്. ഇപ്പൊ തമ്മിൽ അടിയുണ്ടാക്കിയത് മുസ്ലിമുകൾ തമ്മിലാണെങ്കിൽ പോലും ഈ സിറിയയിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു വലിയ റിലവൻസ് ഉള്ള സ്ഥലമാണ്. ഇദ്ദേഹം പറയും, STS നേതാവായിട്ടുള്ള അഹമ്മദ് അൽഷറ പറയുന്നുണ്ട് ക്രിസ്ത്യാനികളുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കും, അത് കുഴപ്പമുണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയണമെങ്കിലും അവിടുത്തെ ഒരു വലിയ അനിശ്ചിതമസമാണ്. അവിടെ ഭക്ഷണം കിട്ടാനില്ല, ഒന്നിനും ഒരു ഉറപ്പില്ല, കാര്യങ്ങൾ വളരെ ദുരന്തത്തിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇത് വലിയ ഒരു കൂട്ടക്കുരുതി അവിടെ നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റുകളിൽ പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രശ്നം തുടങ്ങിയത് പഴയ അസദിന്റെ ആളുകളാണ് പ്രശ്നം തുടങ്ങിയത്. പക്ഷെ ഇതിന് ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു കലാപം തുടങ്ങിയ ആ കലാപത്തിനെ നമ്മൾ അടിച്ചൊതുക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടക്കൊല ചെയ്തിട്ടല്ലേ. ഇപ്പൊ നമ്മളിപ്പോ എത്രയോ കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിപ്പോ ഏതൊക്കെ ഭരണത്തിലായാലും ഈ തുടച്ചു നിൽക്കുക, നിരത്തി നിർത്തി വെടിവെക്കുക, ഇങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും നമ്മുടെ സൈന്യങ്ങൾ ഒരിക്കലും ചെയ്യാറില്ല. പക്ഷെ ഇവിടെയൊക്കെയുള്ള ഒരു പ്രശ്നം, ഒരു കലാപം, ഒരു പ്രശ്നം തുടങ്ങിയ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ക്രൂരമായ കൊലകളാണ്, കൂട്ടക്കൊലകൾ. അതിപ്പോ ISIS ആയാലും ശരി, ഈ പിന്നെ അൽ ഖ്വയ്ദ ആയാലും ശരി, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെച്ചോണ്ടിരിക്കത്തില്ല. അതിന് കുട്ടികളാണെന്നോ സ്ത്രീകളാണെന്നോ പുരുഷന്മാരാണെന്നോ പ്രായമായവരാണെന്നോ, എന്തുകൊണ്ടോ ഈ അക്രമം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു പ്രശ്നമാണ് ഈ സ്ഥലങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് UN ഒക്കെ ഇടപെട്ടില്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ ആളുകൾ മരിക്കും, പിന്നെ ഈ കൂട്ടക്കൊലയിൽ ആളുകൾ മരിക്കും, ഇത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പടരുകയും ചെയ്യും. അപ്പൊ അത് ഇവര് ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ മേടിച്ചു എന്ന് പറയുന്ന സത്യം, അതാണ് അതിന്റെ സത്യം. ഈ പഴയ അസദിന്റെ ആളുകളാണ് ഈ പ്രശ്നം തുടങ്ങിയത്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യത്തിലെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടക്കൊല ചെയ്യുന്നത്, അത് ആക്ച്വലി ഇപ്പൊ സംഭവിക്കുന്ന മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെ കൊല്ലുന്നത്, രണ്ട് വിഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊരു പ്രശ്നം, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പൊ ക്രിസ്ത്യാനികളെയാണ് അവർ കൊല്ലുന്നതെങ്കിൽ ഇവർ കയറി ഇടപെടും ഇമ്മീഡിയറ്റ്ലി. ഇതാണ് അതിന്റെ പച്ചയായ സത്യം. ഈ അമേരിക്കയും യൂറോപ്പും ഒക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തില പ്രശ്നമാണെന്ന് പറയുമെങ്കിലും അവർ ആക്റ്റീവായിട്ടൊരു സ്റ്റെപ്പില്ല, തമ്മിൽ അടിച്ച് തീരട്ടെ എന്നുള്ളതാണ് സത്യം പറഞ്ഞ ഇവരുടെയൊക്കെ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ പെട്ടെന്നൊന്നും തീരാനുള്ള സാധ്യതകളില്ല. ഞാൻ അതാ പറഞ്ഞു, ഇതൊക്കെ എല്ലാം ഇപ്പം എത്ര ന്യൂട്രൽ ആണെന്ന് പറഞ്ഞാലും ശരി, അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ്, യൂറോപ്പുകളും ഒക്കെ ക്രിസ്ത്യൻസാണ്. അപ്പൊ അവരെന്താ സംഭവിക്കുന്ന, ക്രിസ്ത്യാനികൾക്കൊരു പ്രശ്നം വന്നാൽ അവർ ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒക്കെ ഇടപെടുമെങ്കിലും ഇതിങ്ങനെ നാട്ടുകാർക്ക് കേൾക്കാൻ വേണ്ടി പറയാൻ കൊള്ളാവുന്നതുള്ള UN ചെയ്യണം, ഇവർ ചെയ്യണം എന്നൊക്കെ പറയുമെങ്കിലും
അവിടെ കൂട്ടക്കൊല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, എന്തോരം പേരാണ്. അതിപ്പോ ക്രിസ്ത്യാനികളായാലും ശരി, മുസ്ലിങ്ങളായാലും ശരി. ഇപ്പൊ മുസ്ലിങ്ങൾ തമ്മിൽ കൊന്നിട്ട് കാര്യമൊന്നുമില്ല. മരണം മരണം തന്നെയാണ്. മനുഷ്യന്റെ ദുരന്തം ദുരന്തം തന്നെയാണ്. ഇപ്പൊ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് തമ്മിൽ അഴിയുടെ പേരിൽ സ്ത്രീകളെയൊക്കെ വസ്ത്രം ഉരിഞ്ഞ് നഗ്നരായി റോഡിൽ കൂടെ നടത്തുക, റോഡിൽ നേരത്തെ കൂട്ടത്തോടെ നിർത്തി വെടിവെച്ച് കൊല്ലുക, ഒരു കുടുംബത്തിലോട്ട് കടന്നു ചെന്നിട്ട് ആ കുടുംബത്തിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ എല്ലാരെയും വെടിവെച്ച് കൊല്ലുക, ഇതൊക്കെ പറയുന്നത് ഒരു വളരെ പ്രാകൃതമായ ഒരു രീതിയാണ്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്നും നമുക്ക് ഇവിടെ നിന്ന് പ്രത്യാശിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ത്യക്കൊന്നും ഇതിനകത്ത് യാതൊരു റോളും ഇല്ല നമുക്ക്. പക്ഷെ എന്നാലും ഈ അക്രമം ഇതിനകത്തൊരു നമ്മൾ കാണേണ്ട സംഭവം, ഈ അക്രമത്തിന് ഒരു മയമില്ലാത്ത അക്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പകരാനുള്ള ഒരു സാധ്യത നമ്മൾ എപ്പോഴും മുന്നിൽ കാണണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.